ഹലോ ഗേസ്. അമ്മ ജോലി ചെയ്യുന്നേ നോക്കി ഇങ്ങനെ കിടന്നപ്പോഴൊരു ഐഡിയ മനസ്സിലേക്ക് കയറി കണ്ടു. പെട്ടെന്ന് തന്നെ ഓടി അടുക്കളയിലേക്ക് പോയി എൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞു. എൻ്റെ അമ്മ ആദ്യമൊക്കെ എതിർത്തു, പിന്നെ നല്ലൊരു കാര്യം ആയണ്ടായിരിക്കും അമ്മ സമ്മതിച്ചു. എൻ്റെ അമ്മ ഇവിടുത്തെ അമ്മയായിട്ട് ഭയങ്കര ക്ലോസാണ്. എൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടുത്തെ അമ്മയ്ക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മ കാര്യം ഇവിടുത്തെ അമ്മയോട് പറയുന്നു. ഞാൻ വലിയ ഇങ്ങനെ നിൽക്കുകയാണ്, നല്ല ടെൻഷനുണ്ട് ഗേസ്. എന്താവോ എന്തോ നോക്കാം. ഇവിടുത്തെ അമ്മ ഒന്നും പറഞ്ഞില്ലെന്ന് തോന്നുന്നു. എൻ്റെ അമ്മ അവിടെ തന്നെ ഇരിപ്പാനും. എൻ്റെ അമ്മ എങ്ങനെങ്കിലും സാധിപ്പിക്കും. ഞാൻ വെളിയിൽ വന്നു, കറുമ്പായി അവിടെ കിടപ്പുണ്ട്. അവന് പിന്നെ ഇതിങ്ങനെന്നുള്ള കാര്യങ്ങളിലൊന്നും വലിയൊന്നുമില്ല. എനിക്കാണെ ആകെ ടെൻഷൻ. അവനാണെ എൻ്റെ ടെൻഷൻ കണ്ടിട്ട് എന്താന്ന് കേൾക്കുന്നൊന്നുമില്ല. കറുമ്പായി ആക്റ്റീവാക്കി ഞാൻ ഫ്രണ്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവനും ഭയങ്കര ഉഷാറായി. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ്. പിന്നെ അമ്മ ഇറങ്ങി വരുന്നത് നോക്കിയിരുന്നു ഞങ്ങൾ. അമ്മ ഇറങ്ങി വന്നു വേസ്. അമ്മ ഇറങ്ങി വന്നപ്പോഴും ഞങ്ങൾ ചെറുതായിട്ടൊരു സമരം പോലെ അടുക്കള അതൊക്കെ ചെയ്തു നോക്കി. അപ്പോഴത്തേക്ക് ഇവിടുത്തെ അമ്മ ഏകദേശമൊക്കെ ഓക്കെ പറഞ്ഞു. ഓക്കെ പറയുന്നവരെ ഇവിടുന്ന് എഴുന്നേക്കത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ തന്നെ കിടന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ യൂട്യൂബ് ചാനൽ ഞങ്ങളങ്ങ് ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചു. ഇനി മുതൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ ഇട്ട് നോക്കാം. അമ്മയ്ക്കാണെ സമയവുമില്ല. അപ്പോൾ ഗേസ്, എനിക്ക് ഇവിടെ കിടക്കുമ്പോൾ ഓരോരോ ഐഡിയകൾ ഇങ്ങനെ വരുന്നത്. എൻ്റെ ഒരു സ്ഥലം ഇത് തന്നെയാന്നേ. അപ്പം അമ്മ എന്തെങ്കിലും തരുമോ നോക്കട്ടെ. അടുക്കളയിലൊന്ന് പോയി ചോദിച്ചു നോക്കാം. വിശക്കുകയും ചെയ്യും. കുറച്ച് നേരമായിട്ട് യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള ടെൻഷൻ കാരണം നല്ല വിശപ്പ്. അപ്പോൾ ഗേസ്, എനിക്ക് കുറച്ച് നേരം എന്തെങ്കിലും കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. അമ്മ വരുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരുള്ളൂ, ഞാനും അമ്മയും മാറ്റം. മറ്റവർ രണ്ടുപേരും കണ്ടിട്ടില്ല. അവർ കാണുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് കഴിച്ചു തീർക്കണമെന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. കുറമ്പായി എപ്പോഴെങ്കിലും കിടന്നുറങ്ങുമായിരിക്കാം. ഫുഡിൻ്റെ മണം അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവൻ കയറി വരും. ഉറപ്പാണ്. ഇതേ പറഞ്ഞില്ലേ അവൻ വന്നു. ഇനി അവനെ ഉറക്കപ്പിച്ചിലായതുകൊണ്ട് വലുതായിട്ടൊന്നും കഴിക്കുന്നില്ല. ആക്രാന്ത വെച്ച് കൂടി പോയോന്നൊരു സംശയം. വയറുമെല്ലാം നിറഞ്ഞു. ഇച്ചി നേരം കിടക്കട്ടെ. അമ്മയുള്ള ദിവസം ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നടക്കത്തുള്ളൂ. അനങ്ങാതെ കിടക്കാം. ഇത് താരാട്ട് പാട്ടുകളൊക്കെ ഈ അമ്മയ്ക്കൊന്ന് പാടിക്കൂടായോ? ഞാനൊരു സുഖം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉറക്കവും വരുന്നില്ല. തേങ്ങ ഉറച്ച് പുതിക്കാൻ വേണ്ടി അമ്മ കറുമ്പായി ഏൽപ്പിച്ചിട്ട് അവന് വെറുതെ റോളിലോട്ട് നോക്കി ഇരിപ്പാ പനിയെ. ഇന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് അവന് കോളാണ്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ മറ്റൊരാളെ. ഇവക്ക് കാവലിരിക്കുന്നേ ഞങ്ങളുടെ ജോലിയാ. ഇവള് ഭയങ്കര പേടിച്ചു കൂടിയായി. ഇവിടെ ആരെങ്കിലും പിടിക്കുന്നോന്നൊക്കെ നോക്കി വേണം ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ. ഭയങ്കര പേടിത്തുണ്ടിയാ. വെറുതെ ഷോയാ ഇതൊക്കെ. നല്ല മന വരുന്നുണ്ടേ. പോട്ടെ ഗേസ്, ബൈ ബൈ.